السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രണ്ടാമതായി തന്റെ ശിഷ്യനോട് പറയുന്നത്, അയ്യുഹൽ വലദു മോനെ, അന്നസീഹത്തു സഹലത്തുൻ, ഉപദേശം എളുപ്പമുള്ള കാര്യമാണ്. വൽ മുഷ്കിലു ഖബൂലുഹ, അത് പ്രാക്ടിക്കലാക്കലാണ് പ്രയാസം. ഉപദേശം ആർക്കും നടത്താം, ആരോടും നടത്താം, എന്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളോടും അത് സാരല്ല എന്ന് പറയാൻ ആർക്കും പറ്റും. പനി പിടിച്ച് വായക്ക് തീരെ രുചിയില്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ നിൽക്കുന്ന മക്കളോട് ഉമ്മമാര് വന്നിട്ട് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒന്നും നോക്കണ്ട, നീ കുറച്ചങ്ങ് കുടിച്ചേക്ക് കഞ്ഞി എന്ന് ഉത്ബോധിപ്പിക്കും, ഉപദേശം നടത്തും. പിറ്റേ ദിവസം മകന്റെ പനി മാറി ഉമ്മാക്ക് പനി വന്നാൽ ഇതേ ഡയലോഗ് ഉമ്മാനോട് തിരിച്ചു മകൻ പറയും. കാരണം എന്താ? ഉപദേശിക്കാൻ ഒരു പ്രയാസമല്ല. എന്തെങ്കിലും ഒരു വിഷയത്തിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ദുഃഖം അനുഭവിക്കുന്ന ഒരാളോട് സാരല്ലടാ അതൊക്കെ പിന്നെയും ശരിയാവും എന്ന് പറയാൻ ആർക്കും പറ്റും. അതേസമയത്ത് സ്വന്തം ജീവിതത്തിൽ അത്തരമൊരവസ്ഥയെ ഫേസ് ചെയ്യുമ്പോൾ ഈ മറ്റുള്ളവർക്ക് നൽകിയ ഉപദേശം തന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നതിൽ നമുക്ക് വിജയിക്കാനാവുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതാണ് പ്രയാസം. പ്രത്യേകിച്ചും ഒരു വിഷയം പഠിക്കാൻ ഉദ്ദേശിക്കുന്നയാള്, ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട്, ആ പഠനം കൊണ്ട് ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതിയോ ഭൗതിക ജീവിതത്തിൽ തനിക്ക് കിട്ടാൻ പോകുന്ന എന്തെങ്കിലും ഒരു നേട്ടങ്ങളോ ഒക്കെയാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും തന്നെ ആ വിജ്ഞാനം അവന്റെ രക്ഷക്കെത്തുന്നതായിരിക്കില്ല. മാത്രമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വിജ്ഞാനത്തിന്റെ സമ്പാദനം എന്ന് പറയുന്നത് അവന്റെ ഒരു ജോബായി മാത്രം കണ്ടിട്ടുള്ളതാണ്. ആഖിറത്തിലേക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന ചിന്ത അവനില്ലാതെ പോയാൽ അത് വളരെ മോശമായിട്ടുള്ള നിലപാടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം ഒരാൾക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ മഹത്വമുള്ള സംഗതിയാ. ആ സംഗതികൾ അതിന്റേതായ അർത്ഥത്തിലെടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഓൻ പഠിക്കണേനേക്കാളും നല്ലത് പഠിക്കാണ്ടക്കലാണ്. എന്താ കാരണം? പഠിച്ചിട്ട് അന്നഹു ഹീന ഹസനൽ ഇൽമു, ഒരാൾക്ക് വിജ്ഞാനം ലഭിക്കുന്ന സമയത്ത് ഇദാലം യഅമൽ ബിഹി, അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തകൂനുൽ ഹുജ്ജത്തു അലൈഹി ആക്കദ, അവനെതിരിലുള്ള തെളിവ് ശക്തമായിരിക്കും. ഒരു വിജ്ഞാനം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്കെതിരിലുള്ള തെളിവ് വളരെ ശക്തമായി പരലോകത്തുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഫആലിമും ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബും മിൻ ഖബ്ലി ആബിദിൽ വസൻ. ഒരു വിവരം ഒരാൾക്ക് കിട്ടിയിട്ട് അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ബിംബാരാധകനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല പരലോകത്ത് അവനെ ശിക്ഷിക്കും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാമല്ലോ, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷയുള്ളയാള് ആലിമുൻ ലാ യൻഫഉഹുല്ലാഹു ബിഇൽമിഹി, വിജ്ഞാനം കൊണ്ട് അല്ലാഹു തആല ഉപകാരം കൊടുക്കാത്ത ഒരു പണ്ഡിതനാണ്. വിജ്ഞാനം കൊണ്ട് ഉപകാരം കൊടുക്കാത്ത പണ്ഡിതൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്ത ആള്, അവനാണ് ഏറ്റവും വലിയ ശിക്ഷക്കർഹനായിട്ടുള്ളവൻ. അപ്പൊ ഈ പണ്ഡിതൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാറുള്ള ഒരു വിഷയം ഒരാൾ മനസ്സിലാക്കിയാൽ ആ വിഷയത്തിൽ അവൻ പണ്ഡിതനാണ്, ആലിമാണ്. ആ ആലിമ അവന്റെ ഇൽമനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ നമ്മളൊന്ന് നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? കള്ളുടിക്കാൻ പാടില്ല എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ കള്ളുടിക്കുന്നവരുടെ കൂട്ടത്തിൽ? വ്യഭിചരിക്കാൻ പാടില്ല എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ വ്യഭിചരിക്കുന്നവരുടെ കൂട്ടത്തിൽ? നിസ്കാരം ഒഴിവാക്കുന്നത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കുന്നത്? മാതാപിതാക്കളെ തെറി പറയാൻ പാടില്ല, അവരോട് കടമകൾ പാലിക്കണമെന്ന് അറിയാത്തവരായി ലോകത്താരെങ്കിലും ഉണ്ടോ? പക്ഷേ ഭാര്യയുടെ തലയണ മന്ത്രത്തിന് വഴങ്ങി എത്ര മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട് ലോകത്ത്. കുടുംബബന്ധം ചേർക്കണം എന്നറിയാത്തവരായി മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ കുടുംബബന്ധം വെട്ടിമുറിച്ച് താൽക്കാലികമായ ഭൗതിക സൌകര്യങ്ങൾക്കോ അല്ലെങ്കിൽ സമ്പത്തിന്റെ പേരിലുള്ള പരസ്പരമുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ കുടുംബബന്ധം വെട്ടിമുറിച്ച് നടക്കുന്ന എത്ര ആളുകൾ ലോകത്തുണ്ട്? അപ്പൊ ഓരോരുത്തർക്കും അവർക്ക് കിട്ടിയിട്ടുള്ള വിജ്ഞാനം അനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ഇവിടെ ആലിമ് പറഞ്ഞതിനർത്ഥം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒറ്റ ആലിമും ഉണ്ടാവില്ല. കാരണം എന്താ? എല്ലാം പഠിച്ച ആളുകൂടെ ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു തആല പറഞ്ഞതാ, വഖുർ റബ്ബി സിദ്നി ഇൽമ, പഠിച്ചോനെ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിക്കണേന്നല്ലേ. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ വിജ്ഞാനമുള്ള ആളുടെ മേലൊരു വിജ്ഞാനമുള്ള ആളുണ്ടാവും. അപ്പൊ അയാൾ അപേക്ഷിച്ച് ഇയാൾ താഴെയാണ്.
അപ്പൊ എല്ലാവർക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകും, അറിയുന്ന കുറെ കാര്യങ്ങളും ഉണ്ടാകും. അറിയുന്ന കാര്യങ്ങളനുസരിച്ച് തന്റെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കി മുന്നോട്ട് പോയാലേ ആ ഇൽമിനോട് നമ്മൾ മര്യാദ പാലിച്ചവരാവുകയുള്ളൂ. അപ്പൊ ഇത് പാമരൻ പണ്ഡിതൻ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ജീവിതത്തിലും നടപ്പാകേണ്ട ഒരു സംഗതിയാണ് എന്നർത്ഥം. നമ്മൾക്കറിയാത്ത ആരെങ്കിലും ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മളൊന്നൊരു ആത്മവിമർശനം എന്ന രൂപത്തിൽ തിരിഞ്ഞു നോക്കൂ. പരദൂഷണം പറയാൻ പാടില്ല എന്നറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? അതേസമയത്ത് ഓരോ ദിവസവും എത്ര ആളുകളെ പറ്റിയുള്ള പരദൂഷണങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനും നിങ്ങളും അടക്കം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാമല്ലോ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുക, സ്വന്തം ശരീരത്തെ മറക്കുക. എത്ര വലിയ വികൃതമാണ് ഒരു സമീപനമാണത്, എത്ര വലിയ മോശമായിട്ടുള്ള നിലപാടാണത്. അപ്പോ നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഉത്ബോധനത്തിന്റെ കമ്മി കൊണ്ടല്ല, ഉപദേശത്തിന്റെ അഭാവം കൊണ്ടല്ല ലോകം നാശത്തിലേക്ക് പോകുന്നത്. മറിച്ച് കിട്ടിയിട്ടുള്ള വിജ്ഞാനമനുസരിച്ചുള്ള ജീവിതം അത് കരുപ്പിടിപ്പിക്കുന്നതിൽ മനുഷ്യന് അപജയം സംഭവിച്ചു പോകുന്നു എന്നതാണ് പ്രശ്നം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ ഉണർത്തിക്കൊടുക്കുന്നത് അതാണ്. മകനെ, ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ ഉപദേശം കിട്ടുന്നയാൾ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിൽ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രധാനം. അതുകൊണ്ട് നീ നിന്നെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. നിനക്ക് കിട്ടിയ വിവരമനുസരിച്ച് നീ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പരലോകത്തെ ഏറ്റവും ആദ്യം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവൻ നീയായിരിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത് ആലിമീങ്ങളെ പറ്റിയല്ലേ, കന്തൂറുള്ളവരെ പറ്റിയല്ലേ, തലയിക്കെട്ടിട്ടവരെ പറ്റിയല്ലേ എന്ന് ആലോചിച്ചിട്ട് സാധാരണക്കാരൻ എന്ത് ചെയ്യണ്ട, നമുക്കത് ബാധകമല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. മറിച്ച് നമുക്കറിയുന്ന വിഷയത്തിൽ നമ്മൾ ആലിമാണ്. അല്ലെങ്കിൽ കന്തൂറിട്ട ആൾക്കും അറിയാത്ത കുറെ വിഷയങ്ങളില്ലേ, അയാളും രക്ഷപ്പെടൂല ആ നിലക്കാണെങ്കിൽ. അപ്പൊ എല്ലാ ആളുകളും അവരവർ പഠിച്ചിട്ടുള്ളതനുസരിച്ച് പരമാവധി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. പഠിച്ചതനുസരിച്ച് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇസ്ലാം നമുക്ക് നൽകുന്ന ഒരു വലിയ ഓഫറുണ്ട്. അല്ലമഹുല്ലാഹു മാ ലം യഅലം. പഠിക്കാത്തത് അല്ലാഹു തആല അവനെ അറിയിച്ചു കൊടുക്കും. വിജ്ഞാനത്തിന്റെ വിവിധ വഴികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എത്തിച്ചു കൊടുക്കും എന്ന്. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദ് എന്ന ഈ ചെറുഗ്രന്ഥത്തിലൂടെ തന്റെ ശിഷ്യനോട് പറയാണ്, റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നൽ ജുനൈദ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സയ്യിദു ത്വായിഫ എന്നാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ആത്മീയമായ രംഗത്ത് ആത്മശുദ്ധി കൈവരിച്ചിട്ടുള്ള മഹത്തുക്കളുടെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ. ആ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ റുയ ഫിൽ മനാമി ബഅദ മൗതിഹി, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ചിലർ സ്വപ്നത്തിൽ കണ്ടു. ഫഖീല ലഹു, അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മൽ ഖബറു യാ അബുൽ ഖാസിം. അബുൽ ഖാസിം എന്നത് അവിടുത്തെ സ്ഥാനപ്പേരാണ്. അല്ലയോ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ, എന്താണ് നിങ്ങളെ വർത്തമാനം? ഖാല, മഹാനവറുകൾ പറഞ്ഞു, താഹത്ത് തിൽക്കൽ ഇബാറാത്തു വഫനിയത്ത് തിൽക്കൽ ഇശാറാത്തു വമാ നഫഅനാ ഇല്ലാ റുകൈഅത്തുൻ റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. ഉദ്ധരണികൾ, അതേപോലെ തന്നെ ഓരോ വാക്കുകൾക്കും നമ്മൾ തലനാരയെ കീറി പരിശോധിച്ചിട്ടുള്ള ആ സംഗതികൾ, ആ വിജ്ഞാനം എന്ന് പറയുന്ന തിയറികളെക്കുറിച്ചുള്ള ആ തിയറികൾ, അതൊന്നും ഇവിടെ വന്നപ്പോ എനിക്ക് കാര്യമായിട്ട് അനുഭവപ്പെട്ടില്ല. വമാ നഫഅനാ ഇല്ലാ റുകൈഅത്തുൻ റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ. രാത്രിയുടെ ഇരുട്ടുള്ള സമയത്ത്, അഥവാ രാത്രി പകുതിയായതിനു ശേഷം പൊതുവിൽ മനുഷ്യന്മാരൊക്കെ ഉറക്കത്തിന്റെ സുഖസുഷുപ്തിയിലേക്ക് തള്ളിവിടപ്പെടുന്ന സമയത്ത് ഞാൻ ഏതാനും റക്അത്തുകൾ തഹജ്ജുദ് നിസ്കരിച്ച, അതല്ലാതെ ഒന്നും എനിക്ക് ഖബറിൽ ഇപ്പൊ കാര്യമായി സുഖം നൽകുന്നില്ല, സന്തോഷം നൽകുന്നില്ല. അപ്പോ നിങ്ങൾ നോക്കൂ, ആ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? വേറൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ ഇബാദത്തുകളൊക്കെ പോയി എന്നുള്ള അർത്ഥത്തിലൊന്നല്ല പറയണത്. മറിച്ച് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക എന്ന, തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറയുന്നത് തിയറിയാണ്. അതേസമയത്ത് അത് പ്രാക്ടിക്കലാക്കിയത്, തഹജ്ജുദ് നിസ്കരിച്ചത്, അതെനിക്കിവിടെ സന്തോഷത്തോടെ കാണാൻ പറ്റി എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചില മഹാന്മാരോട് സ്വപ്നത്തിൽ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പഠിക്കുന്നത് അത് എത്രത്തോളം ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ ആ പുലർത്തുന്നതിന്റെ സന്തോഷമാണ് ഖബറിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ ഗുണഫലമാണ് പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം,
കിട്ടുന്ന ഇൽമുകൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പരമാവധി പുലർത്താൻ വേണ്ടി ശ്രമിക്കണം എന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.